ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്ക്. ഇന്നത്തെ വീഡിയോയിൽ RRB ക്ലർക്ക് PO 2024 മോക്സ് എങ്ങനെ ചെയ്യണം, ഏതൊക്കെ ഫ്രീ സോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, എത്ര മോക്സ് ചെയ്യണം, അതുപോലെ തന്നെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് അത് എങ്ങനെയൊക്കെയായിരുന്നു, ഇത്തവണത്തെ വേക്കൻസീസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ഞാൻ ഡെയിലി PDFസും അതുപോലെ തന്നെ യൂസ്ഫുൾ കണ്ടൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ടെലിഗ്രാം ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മോക്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഏത് ഒരു എക്സാംസിനെ വെച്ചിട്ട് നോക്കിയാലും അപ്പോൾ ജൂൺ മന്ത് ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മാസമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ മോക്സ് എന്ന് പറയുന്നത് ഇനിയുള്ള ഡേയ്സിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരെണ്ണമാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എത്ര മോക്സ് ചെയ്യണം, ഈ ഒരു വീക്കിൽ എത്ര മോക്ക് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആദ്യം നോക്കാം. മോക്ക് എന്ന് പറയുന്നത് നമുക്ക് RRB ക്ലർക്കും POയും ഒരുപോലെ ഇപ്പോൾ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ RRB ക്ലർക്ക് ഇപ്പോൾ ചിലരൊക്കെ ചിന്തിക്കും RRB PO എന്ന് പറയുന്നത് ക്ലർക്കിനേക്കാൾ കുറച്ചുകൂടെ ഹൈ ലെവലാണല്ലോ, അപ്പോൾ ആ PO ചെയ്യുമ്പോൾ ക്ലർക്കും POയുടെയും ലെവൽ ഒരുപോലെ തന്നെ കിട്ടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് POയുടെ മോക്ക് നിരന്തരം ചെയ്യുന്നവർ കാണും. പക്ഷേ ആ ഒരു രീതി എന്ന് പറയുന്നത് അത് തെറ്റാണ്. നമ്മൾ RRB ക്ലർക്കിൻ്റെയും POയുടെയും സെപ്പറേറ്റ് തന്നെ മോക്സ് ചെയ്യണം. അപ്പോൾ ഒരു ഡേ ഇപ്പോൾ PO മോക്കാണ് ചെയ്യുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് അടുത്ത ഡേ നമ്മൾ എന്ത് ചെയ്യണം, ക്ലർക്കിൻ്റെ മോക്ക് വേണം ചെയ്യാൻ. അല്ലാണ്ട് POയുടെ മോക്ക് ചെയ്താൽ ക്ലർക്കിൻ്റെയും POയുടെയും ഒരുപോലെ കിട്ടുമെന്ന് വിചാരിച്ച് PO മാത്രം ചെയ്യരുത്. അതാണ് ഫസ്റ്റ് എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്. ഞാനും ചെയ്തുകൊണ്ടിരുന്ന മിസ്റ്റേക്കാണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ RRB ഇപ്പോൾ വൺ ഡേ ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ക്ലർക്കാണ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ POയുടെ മോക്ക് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള സോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മൺഡേയിൽ നമ്മൾക്ക് ഒലിവ് ബോർഡിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. അത് RRB ക്ലർക്കിൻ്റെ മോക്കായിരിക്കും കൂടുതലും മൺഡേയ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ട്യൂസ്ഡേയ്സിൽ നമ്മൾക്ക് പ്രാക്ടീസ് മോക്ക് അവൈലബിൾ ആയിരിക്കും. അത് POയും ക്ലർക്കും മാറി മാറി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ തേഴ്സ്ഡേ ആണോ കറക്റ്റ്, വെനസ്ഡേയിലാണ് ഒലിവ് ബോർഡിൽ POയുടെ മോക്ക് കാണും. അങ്ങനെ ആഴ്ചയിൽ നമ്മൾക്ക് 3 മോക്ക് ടെസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആകുന്നതായിരിക്കും. അത് 3 എന്ന് പറയുന്ന ലൈവ് മോക്കാണ്. അപ്പോൾ നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എല്ലാ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും അത് ചെയ്യുന്ന മോക്കാണ്. അതിൽ നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ആ ടൈം കഴിഞ്ഞിട്ട് നല്ല ഡീറ്റെയിൽ അനാലിസിസ് അവൈലബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും ഈ മോക്സ് 3 ചെയ്യാതെ ഇരിക്കരുത്. അത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ഞാനത് ടെലിഗ്രാം ചാനലിൽ അതിനെക്കുറിച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് 3 നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന മോക്സ് ആണ്. അതുപോലെ തന്നെ ഈ ഫ്രീ മോക്സ് ആണെങ്കിൽ പോലും അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ മോക്ക് ചെയ്യാതെ ഇരിക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ അനാലിസിസ് വരുമ്പോൾ നല്ല രീതിയിൽ അത് അനലൈസ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മോക്ക് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു വലിയ തെറ്റാണ്. മോക്ക് ചെയ്യേണ്ടത് എപ്പോഴും പറയുന്ന കാര്യമാണ് റീസണിങ്. ഏതാണോ നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ടോപ്പിക്ക് അത് ആദ്യം ചെയ്യണം. എൻ്റെ സ്ട്രോങ് ടോപ്പിക്ക് റീസണിങ് ആയതുകൊണ്ട് ഞാൻ ആദ്യം റീസണിങ് ആണ് ചെയ്യുന്നത്. റീസണിങ്ങിൽ തന്നെ ആദ്യം മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള സിലോജിസംസ് ആയിരിക്കും ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കിട്ടും എന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു വീക്കിൽ ഒരു 3 മോക്കാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഒരു മോക്ക് എന്ന് പറയുന്നത് എപ്പോഴും റിവേഴ്സ് ഓർഡറിൽ വേണം ചെയ്യാൻ. റിവേഴ്സ് ഓർഡർ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ റീസണിങ്ങിൽ ആദ്യം ചെയ്യുന്നത് നമുക്ക് അറിയാവുന്ന ടോപ്പിക്കുകളായിരിക്കും ആദ്യം ചെയ്യുന്നത്. അത് ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും, റീസണിങ്ങിന് ആ ഒരു കുഴപ്പം വരാറില്ല. കാരണം പസിൽസൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യും, അതൊക്കെ കഴിയും. പക്ഷേ ക്വാൻസിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് സിംപ്ലിഫിക്കേഷൻ, പിന്നെ നമ്പർ സീരീസ്, അത് കഴിഞ്ഞിട്ട് DI, അത് കഴിഞ്ഞിട്ട് അരിത്മെറ്റിക്, ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ
സിംപ്ലിഫിക്കേഷൻ, നമ്പർ സീരീസ്, ഡി എ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അരിത്തമെറ്റിക്കിന് വളരെ കുറവ് ടൈമേ കിട്ടുകയുള്ളൂ. അരിത്തമെറ്റിക്കിന് വളരെ കുറവ് ടൈം കിട്ടുമ്പോൾ തന്നെ ടൈം ഔട്ട് ആയിട്ട് അത് കഴിഞ്ഞിട്ട് അനാലിസിസ് വരുമ്പോഴായിരിക്കും പിന്നെ അരിത്തമെറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. അത് അനലൈസ് ചെയ്യുമ്പോൾ അവിടെ ടൈം ബൗണ്ട് ഒന്നുമില്ല, ജസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് കിട്ടുമായിരുന്നു, എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അരിത്തമെറ്റിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇങ്ങനെ ഒട്ടുമിക്ക നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഒരു വീക്കിൽ 3 മോക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു മോക്ക് എപ്പോഴും ഇപ്പോഴുള്ള ഈ പ്രാക്ടീസ് ഫേസിൽ എപ്പോഴും റിവേഴ്സ് ഓർഡറിൽ വേണം ചെയ്ത് നോക്കാൻ. റിവേഴ്സ് ഓർഡർ എന്നുദ്ദേശിച്ചത് ആദ്യം നമ്മൾ ഏറ്റവും എളുപ്പമുള്ള സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന അപ്പോൾ മെയിൻ എക്സാമിന് അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. അതിന് പകരം എന്ത് ചെയ്യണം, ആദ്യം അരിത്തമെറ്റിക് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഡി ഐ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമ്പർ സീരീസ്, അത് കഴിഞ്ഞിട്ട് സിംപ്ലിഫിക്കേഷൻ. റീസണിങ് ആണെങ്കിൽ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന സിലോക്സ് ആയിരുന്നു എളുപ്പം, അപ്പോൾ സിലോക്സ് ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ, അതുപോലെ തന്നെ പസിൽസും മിസലേനിയസും ഒക്കെ ആയിരുന്നു ലാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഏതാണോ നമ്മൾ ടഫ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്, മോക്കിലാണെങ്കിലും റിയൽ എക്സാമിലാണെങ്കിലും ഏതാണോ ടഫ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അതിനെ ഫസ്റ്റ് ചെയ്യണം ഒരു മോക്കിൽ. കാരണം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ അങ്ങനെ റിവേഴ്സ് ഓർഡറിൽ ചെയ്യുമ്പോൾ അരിത്തമെറ്റിക് ആണല്ലോ ഫസ്റ്റ് ചെയ്യുന്നത്. അരിത്തമെറ്റിക് ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ടൈം ബൗണ്ടിനുള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ സാധാരണ ചെയ്യുമ്പോൾ അരിത്തമെറ്റിക് വരുമ്പോൾ ടൈം ഔട്ട് ആയി പോകും. അപ്പോൾ ആ ടൈം ബൗണ്ടിനുള്ളിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന കാര്യം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ഓർഡറിൽ ചെയ്യുമ്പോൾ അരിത്തമെറ്റിക്കിനെ ആദ്യം തന്നെ അതിന് ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അരിത്തമെറ്റിക്കിൽ കൂടുതൽ നമ്പർ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അരിത്തമെറ്റിക് ആ ഒരു സ്ട്രെസ്സിൽ ആ ടൈം ബൗണ്ടിനുള്ളിൽ ചെയ്യാൻ ശീലിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെ അതിൽ സ്വാഭാവികമായിട്ട് മാർക്ക് കുറവായിരിക്കും, കാരണം അരിത്തമെറ്റിക്കിന് ടൈം പോവും, അങ്ങനെയൊക്കെ മാർക്ക് കുറവായിരിക്കും. എന്നാലും കുഴപ്പമില്ല, അത് ജസ്റ്റ് നമുക്ക് ആ ഒരു സ്ട്രെയിൻ, ആ എക്സാമിന് ആ ഒരു സ്ട്രെയിൻ തരാൻ വേണ്ടിയിട്ടാണ്, അരിത്തമെറ്റിക്കിന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ട്രെയിൻ തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള മോക്സിനാണെങ്കിലും ജസ്റ്റ് ഒരെണ്ണം ചെയ്താൽ മതിയാകും. ഏതെങ്കിലും പി ഒയോ ക്ലർക്കോ ഏതെങ്കിലും ഒരു മോക്ക് റിവേഴ്സ് ഓർഡറിൽ ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, അതാണ് ഒരു കാര്യം പറയാനുള്ളത്. നെക്സ്റ്റ് ഫ്രീ മോക്സിൻ്റെ കാര്യം പറഞ്ഞു. ഈ 3 എണ്ണമാണ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതല്ലാണ്ട് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒലിവ് ബോർഡിലും പ്രാക്ടീസ് മോക്കിലും ഗൈഡ്ലിയിലും ഒക്കെ ഫ്രീ ടെസ്റ്റ് അവൈലബിൾ ആണ്. അത് ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ പിന്നെ നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഗൈഡ്ലിയുടെയൊക്കെ 140 റുപ്പീസിനൊക്കെ ഓഫറിൽ അവൈലബിൾ ആണ് ഫ്രീ മോക്ക് ടെസ്റ്റുകൾ. അതുപോലെ തന്നെ അഡ്ഡയിൽ ക്വിസസ് അവൈലബിൾ ആണ്. ഓക്കെ, അതൊക്കെയാണ് ഫ്രീ മോക്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്രീ മോക്സ് അല്ല, പെയ്ഡ് മോക്സും അഡ്ഡയിലൊക്കെ ക്വിസസ് അവൈലബിൾ ആണ്. ഓക്കെ, അതിനു മുൻപ് ഞാൻ അഡ്ഡയിൽ ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഇയർ പേപ്പറിൻ്റെ ഒരു ബൾക്കായിട്ട് നമുക്ക് 0 റുപ്പീസിന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്കൊക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നു. അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അഡ്ഡയിലും PYQ ക്വസ്റ്റ്യൻസ്, മോക്ക് ലെവലിൽ ചെയ്യാൻ പറ്റുന്ന PYQ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതും വേണേൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് പറയുകയാണെങ്കിൽ RRB ക്ലർക്കിന് ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 69.75 ആയിരുന്നു ഔട്ട് ഓഫ് 80. അതുപോലെ തന്നെ RRB POയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 48.75 ആയിരുന്നു ഔട്ട് ഓഫ് 80. ഓക്കെ, അതുപോലെ തന്നെ RRB ക്ലർക്കിന് ഇത്തവണത്തെ വേക്കൻസി എന്ന് പറയുന്നത് 100 വേക്കൻസീസ് ആണുള്ളത്. വെറും 100 വേക്കൻസീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല കട്ട് ഓഫ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ലാസ്റ്റ് ഇയർ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഐ തിങ്ക് 200 എന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ അത്രയും വേക്കൻസീസ് ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്നാലും 69 എന്താണെങ്കിലും ഒരു 70 റേഞ്ചിൽ തന്നെ കട്ട് ഓഫ് പ്രതീക്ഷിച്ച് വേണം RRB ക്ലർക്കിന് പ്രിപ്പയർ ചെയ്യാൻ. അതുപോലെ തന്നെ RRB POയ്ക്ക് വേക്കൻസീസ് 195 ആണ്. 195 ആയതുകൊണ്ട് തന്നെ അതേയും വളരെ കുറവ് വേക്കൻസീസ് ആണ്. 48.75 അത് 50 നമ്മൾ മോക്ക് ചെയ്യുമ്പോൾ എപ്പോഴും 90% കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം മോക്ക് ചെയ്യാൻ. മോക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്താൽ മാത്രമേ എവിടെയാണ് തെറ്റ് പറ്റിയത് എന്ന് മനസ്സിലാവുകയുള്ളൂ. ക്വാൺസിലൊക്കെ ആണെങ്കിൽ അരിത്തമെറ്റിക്കൊക്കെ തെറ്റ് പറ്റുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇനി വളരെ കുറവ് ടൈം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മോക്കിനെ കുറിച്ചിട്ട് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഒരു
മോക്ക് തീർച്ചയായിട്ടും നിങ്ങൾ റിവേഴ്സ് ഓർഡറിൽ ചെയ്ത് നോക്കണം. അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ റീസണിങ്ങും ക്വാൻസും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. ക്വാൻസിന് ബാക്കി എക്സാംസിനൊക്കെ ക്വാൻസിൽ അരിത്തമെറ്റിക് കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്താലും ഇംഗ്ലീഷും ബാക്കിയൊക്കെയും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ഓഫ് റീച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ RRBക്ക് അങ്ങനെയല്ല. ക്വാൻസിൽ അരിത്തമെറ്റിക്കിനും നല്ലൊരു സ്റ്റാൻഡ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇയറിൽ നമുക്ക് RRBക്ക് ക്വസ്റ്റ്യൻ പാറ്റേണിന് ചേഞ്ച് വരാൻ ചാൻസസ് ഉണ്ട്. അവരുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സെക്ഷണൽ ടൈം വരാനും വരാതിരിക്കാനുമുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമേ അത് അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സാമിന് കോമ്പോസിറ്റ് ടൈമായിട്ട് പണ്ട് കരുതിയതുപോലെ അല്ലാണ്ട് ഒരു 2020 ടൈമിൽ വെച്ച് ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. കാരണം ഒരു റീസണിങ് ഒരു 20 മിനിറ്റ് ടൈമിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ റീസണിങ്ങും 20 മിനിറ്റ് ടൈമിനുള്ളിൽ ക്വാൻസ് നിൽക്കുന്ന രീതിയിലും വേണം പ്രാക്ടീസ് ചെയ്യാൻ. സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അങ്ങനെയാണല്ലോ കിട്ടുന്നത്. ഓക്കെ, ആ ഒരു ടൈം ബൗണ്ട് ഫുൾ മോക്ക് ചെയ്യുമ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം അഥവാ നമ്മൾക്ക് സെക്ഷണൽ ടൈമിംഗ് ഉണ്ട് എങ്കിൽ ആ ഒരു ഫസ്റ്റ് ടൈമൊക്കെ എക്സാം എഴുതുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കോമ്പോസിറ്റ് ടൈം ആണെന്ന് വിചാരിച്ച് പഠിച്ചിട്ട് പോകുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഫുൾ മോക്ക് ചെയ്യുമ്പോഴും 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ക്വാൻസിലോട്ട് സ്കിപ്പ് ചെയ്യാൻ ഓർക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.